ബീഫ് ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ട് 2 സബോള അരിഞ്ഞ് വെച്ചേക്കുന്നതാണേ, 2 പച്ചമുളക്, തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം കൂടെ പേസ്റ്റാക്കി വെച്ചിരുന്നതാണ്. ബീഫ് കഴുകി കുക്കറിനകത്ത് വെള്ളമില്ലാണ്ടാക്കി വെച്ചേക്കുന്നത്. അതിനകത്തോട്ട് 1 സ്പൂൺ മുളക് പൊടി, മഞ്ഞൾ പൊടി, മീറ്റ് മസാലപ്പൊടി, ഉപ്പ്, ഒരല്പം ഗരം മസാലയും കൂടി ഇട്ട് ഒരു 4 ഗ്ലാസ് വെള്ളം അധികം ആകാനേ പാടില്ല, ഫ്രൈ ആക്കാനാണ്. തന്നെയല്ല ബീഫിനകത്ത് വെള്ളം ഉള്ളതുകൊണ്ട് കുറച്ചേ വെള്ളം ഒഴിക്കാവുള്ളൂ. ഈ വെള്ളം ഒഴിച്ച് നമ്മൾ നല്ലപോലെ ഇളക്കി വെച്ച് കുക്കർ മൂടി വെച്ച് വെന്ത് വരട്ടെ. സ്റ്റൗവിൽ വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. അത് വെന്ത് വരുമ്പോഴത്തേക്കും ഒരു പാൻ തീയെ വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകിട്ട് മൂപ്പിച്ച് അതിനകത്തോട്ട് അരിഞ്ഞ് വെച്ചേക്കുന്ന ഈ സബോള ഇട്ട് കൊടുക്കുക. പെട്ടെന്ന് വഴന്ന് വരാൻ വേണ്ടിയിട്ട് ഒരു നുള്ളു ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇത് വഴന്ന് വരുമ്പോഴത്തേക്കും നമ്മൾ അരിഞ്ഞ് വെച്ചേക്കുന്ന തക്കാളിയും പച്ചമുളകും എല്ലാം കൂടെ ഇട്ട് യോജിപ്പിക്കുക. 2 തക്കാളിയാണ് ഞാൻ എടുത്തത്. അപ്പോൾ 1 തക്കാളി ഇതിനകത്തിട്ടുള്ളൂ. ഒരെണ്ണം പേസ്റ്റാക്കി ചേർക്കാം, ടേസ്റ്റ് വരുമല്ലോ. ഇത് വഴന്ന് വരുമ്പോഴത്തേക്കും നമ്മൾ ഒരല്പം ഇഞ്ചിയും പേസ്റ്റും വെളുത്തുള്ളിയും കൂടെ ഇട്ട് കൊടുക്കുക. ഇത് ചതച്ചതാണ്, പേസ്റ്റാക്കിയിട്ടാണ് നല്ലത്. അതും കൂടി ഇട്ട് കൊടുത്ത് ഇത് മൂത്ത് വരുമ്പോഴത്തേക്കും നമ്മൾ അതിനകത്തോട്ട് 2 സ്പൂൺ മീറ്റ് മസാലപ്പൊടിയും മുളക് പൊടിയും കൂടെ ഇട്ട് യോജിപ്പിച്ച് നല്ലപോലെ മൂത്ത് വരുമ്പം കുക്കറിനകത്ത് വേവിച്ച് വെച്ചേക്കുന്ന വെള്ളമില്ലാതെ വേവിച്ച് വെച്ചേക്കുന്ന കഷ്ണങ്ങളെല്ലാം കൂടെ ഇതിനകത്തിട്ട് യോജിപ്പിക്കുക. യോജിപ്പിച്ച് കഴിഞ്ഞ് മല്ലിച്ചപ്പും കറിവേപ്പിലയും എല്ലാം കൂടി ഇട്ട് യോജിപ്പിച്ച് കഴിഞ്ഞാൽ ബീഫ് ഫ്രൈ റെഡി. ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കും ഒക്കെ കഴിക്കാൻ ബെസ്റ്റാണേ.